ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് കർത്താവിന്റെ വചനത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ, ആ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായം 1-2 വചനങ്ങളാണ്. മകനെ, പാപം ചെയ്തിട്ടുണ്ടോ? ഇനിമേലിൽ ചെയ്യരുത്. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, പാപത്തിൽ നിന്ന് ഓടിയകലണം. നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ നോമ്പുകാലം അർത്ഥപൂർണമായി ചെലവഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പാപത്തെയും പാപത്തിന്റെ സാഹചര്യങ്ങളെയും പാപം നൽകുന്ന സുഖത്തെയും സന്തോഷങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. പാപത്തിൽ നിന്ന് ഓടിയകലേണ്ടത് എങ്ങനെയാണെന്ന് പ്രഭാഷകൻ പറയുന്നു, നോക്കുക. സർപ്പത്തിൽ നിന്നത് പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. നമ്മൾ ആരെങ്കിലും സർപ്പത്തെ കയ്യിലെടുത്ത് ഓമനിക്കാറുണ്ടോ? അങ്ങനെ ചെയ്താൽ നമുക്കറിയാം, സർപ്പം നമ്മെ കടിക്കും. അത് നമ്മെ വിഷം കുത്തിവെക്കുന്നത് പോലെ നമ്മുടെ ശരീരം മുഴുവൻ വിഷം പടർത്തും. അവസാനം നമ്മുടെ മരണത്തിലേക്ക് കീഴടങ്ങും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പ്രഭാഷകൻ ഇപ്രകാരം പറയുന്നത്. 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആര് അവനോട് സഹതപിക്കും? പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആരാണ് അവനോട് സഹതപിക്കുക? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവനെ അപകടം വന്നാൽ ആരും അവനോട് അനുകമ്പ കാണിക്കുകയില്ല. കാരണം അവനത് വിധിക്കപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും പാമ്പാട്ടിയെ പോലെ പാമ്പിനെ കയ്യിലെടുത്ത് കളിപ്പിച്ച് നടക്കുന്നത് പോലെ നമ്മൾ പാപത്തോട് ചങ്ങാത്തം പുലർത്തിയാൽ, പാപത്തോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ, പാപം നമ്മളെ നശിപ്പിച്ചു കളയും, പാപം നമ്മളെ തകർത്ത് കളയും എന്ന കാര്യം നമ്മെ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് അനിവാര്യമായ ഘടകമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പ്രശസ്തനായ പാമ്പ് പിടുത്തക്കാരനായ വാവാ സുരേഷിന്റെ കാലിന്റെ തുടയിൽ ഒരു മൂർഖൻ പാമ്പ് കടിച്ചത്. പാമ്പിനെ പിടിച്ച്, ഒരുപാട് പാമ്പുകളെ പിടിച്ച് രക്ഷിച്ച് കാട്ടിൽ കൊണ്ടുവിടുന്ന, അനേകർക്ക് രക്ഷ നൽകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പിടിച്ച പാമ്പ് അദ്ദേഹത്തെ തന്നെ കൊത്തുന്ന ഒരു രംഗം നമ്മൾ വീഡിയോയിൽ കണ്ടത് ഞാനിപ്പോഴും ഓർക്കുന്നു. എന്തുകൊണ്ടാണ്? പാമ്പിനെ പിടിക്കാനും പാമ്പിനോട് ചങ്ങാത്തം പുലർത്താനും പാമ്പിനെ രക്ഷിക്കാനും ഒക്കെ പോയാൽ പലപ്പോഴും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ പാപത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, പാപത്തോട് ചങ്ങാത്തം പുലർത്തിയാൽ, പാപവുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ, പാപത്തോടൊപ്പം സഹവസിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കടിയേൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടിയേൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. എന്താണ് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ? ഒറ്റ കാര്യമേ ഉള്ളൂ, പാപ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, ഓടിയകലുക എന്നുള്ളത്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ പൂർവ്വ യോസേപ്പിനെ കാണുന്നുണ്ട്. തന്നെ ആക്രമിക്കാനായി വന്ന, പാപകരമായ സാഹചര്യത്തിലേക്ക് വഴി നടത്താനായി കടന്നു വന്ന പൊത്തിഫാറിന്റെ ഭാര്യയിൽ നിന്ന് തന്റെ മേലങ്കി തന്നെ വലിച്ചെറിഞ്ഞ്, തന്റെ അഭിമാനം വലിച്ചെറിഞ്ഞ്, തന്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് അവൻ ഓടി രക്ഷപ്പെടുകയാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ അവനെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ, അവനൊന്ന് സഹായം ചെയ്താൽ പാപത്തിനോടുകൂടെ അവന് ജീവിക്കാമായിരുന്നു, പാപത്തിന്റെ സാഹചര്യങ്ങൾ ജീവിക്കാമായിരുന്നു, പാപത്തിന്റെ സുഖത്തിൽ മുഴുകാമായിരുന്നു. പക്ഷെ അവൻ ചെയ്തില്ല. ദൈവത്തോട് എങ്ങനെയാണ് ഇത്രയും മോശമായി പെരുമാറുക? തന്നെ സ്നേഹിക്കുന്ന ദൈവത്തോട് എങ്ങനെ നീചമായി പെരുമാറുമെന്ന് ഓർത്ത് അവൻ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ തീരുമാനിച്ചു. ഓടി രക്ഷപ്പെട്ടു, തന്റെ മേലങ്കി വലിച്ചെറിഞ്ഞ്. നമുക്കും ചില മേലങ്കികൾ വലിച്ചെറിയാനുണ്ട്. പാപത്തിന്റെ മേലങ്കികൾ നമ്മൾ വലിച്ചെറിഞ്ഞേ പറ്റൂ. അന്ധനായ ബർത്തിമേയുസിനെ കർത്താവ് അന്ധത മാറ്റാനായി വിളിച്ചപ്പോൾ കർത്താവിന്റെ അടുക്കിലേക്ക് അവൻ പോകുന്നത് എങ്ങനെയാണ്? തന്റെ മേലങ്കി വലിച്ചെറിഞ്ഞ്, അവൻ തന്റെ പുറങ്കുപ്പായം ഊരിയെറിഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് ഓടുകയാണ്. നമുക്കും പാപ സാഹചര്യങ്ങളുടെ മേലങ്കികൾ വലിച്ചെറിയാനുണ്ട്. പാപത്തിന്റെ സുഖത്തിന്റെ സന്തോഷത്തിന്റെ മേലങ്കികൾ വലിച്ചെറിയാനുണ്ട്. എന്നിട്ട് നമ്മൾ ഓടണം, കർത്താവിന്റെ അടുക്കിലേക്ക് ഓടണം. നമ്മുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, പാപത്തിന്റെ വഴികളിലൂടെ പോയതുകൊണ്ട്. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാ കർത്താവ് ഈ നോമ്പുകാലത്ത് നമ്മെ ക്ഷണിക്കുകയാണ്. വരിക, ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ തയ്യാറാണ്. നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്ന ദൈവം ഇതാ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഈ നാളുകളിൽ, പാപത്തിന്റെ ഈ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ ജാഗരൂകതയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
പാപവഴികളിൽ നിന്ന് പിന്തിരിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക എന്ന പ്രഭാഷക വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, തക്ക സമയം വിവേചിച്ചറിയാൻ, പാപത്തിലേക്ക് തിരിയുന്ന സമയം തിരിച്ചറിഞ്ഞ് പാപജീവിതത്തിൽ നിന്ന് പിന്തിരിയാനുള്ള അഭിഷേകം നൽകണമേ. പാപ സാഹചര്യങ്ങളെ വലിച്ചെറിയാനുള്ള അഭിഷേകം നൽകണമേ. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.